ഒരു ഷോറൂമിൽ നിൽക്കുന്ന അതേ കണ്ടീഷനിൽ തന്നെ ഇരിപ്പുണ്ട് സാധനങ്ങളൊക്കെ. ഞാൻ പിന്നെ ഒരുപാട് അങ്ങ് ഡീറ്റെയിൽ പറയാത്ത നമ്മുടെ വണ്ടിയുടെ കണ്ടീഷനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. എന്താ വിലയ്ക്ക് ലാസ്റ്റ് കൊടുക്കാൻ പറ്റും നമുക്ക്? 60 രൂപയ്ക്ക് കൊടുക്കും. 60 രൂപ, 59,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ അങ്ങ് കൊടുക്കാം. നല്ല ക്വാളിറ്റിയിലുള്ള നമ്മൾ മോഡൽ കുറവുള്ള വണ്ടി ഉണ്ടെങ്കിൽ എടുത്തു പറയാം. 2016 വണ്ടി, ഒരു 2019 വണ്ടിയുടെയൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ട്. ഒരു നല്ലൊരു ഓഫർ നമുക്ക് കൊടുക്കാൻ പോവാം. 10,000 കുറച്ച് കൊടുത്തരാം. 55,000 രൂപയ്ക്ക് ഇറക്കി കൊടുക്കും. പുതിയ വണ്ടിയാണ്. 2020 ഈ അലുവ പീസ് പോലെ ഇരിക്കുന്ന ഈ സ്പ്ലെൻഡർ എത്ര മോഡലാണ് ഇത്? 2023 മോഡൽ. 2023 ലാസ്റ്റ് സ്പ്ലെൻഡർ. നമ്മളിപ്പോൾ വരുന്നവർക്ക് ഒരു സന്തോഷം. അവർ ഇവിടുന്ന് വന്ന് വണ്ടി എടുക്കുമ്പോൾ അവർ ഫുൾ ഹാപ്പി ആയിട്ട് വേണം പോകാൻ. അതാണ് എൻ്റെ ഒരു ദൃഢനിശ്ചയമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കൊടുക്കുന്നത് മാത്രം. അതായത് ഇതിൻ്റെ സ്ക്വാഡ് എഡിഷൻ എന്ന് പറയുന്ന വണ്ടിയാണ്. ഫുൾ കണ്ടീഷൻ ഇരിക്കുന്ന വണ്ടി. ഇത് നമുക്ക് അറിയാം. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഹോസ്പിറ്റൽ കേസും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കിടന്നതാണ്. അന്നേരം നമ്മുടെ കുറേ നല്ല വണ്ടികൾ, ഓഫർ പ്രൈസിനുള്ള വണ്ടികൾ വന്നിട്ടുണ്ട്. പിന്നെ കുറേ അധികം വണ്ടികളുണ്ട് ഇപ്രാവശ്യം. നമുക്ക് 2 പാർട്ടായിട്ട് ഒറ്റ പാർട്ട് തീർക്കാൻ പറ്റാത്ത അത്രയും വണ്ടികൾ നമ്മുടെ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. കാരണം കുറേ ഡിലേ ആയി. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മാസത്തിൽ മേളിലായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട്. അന്നേരം നമ്മുടെ എംറൈഡേഴ്സിൻ്റെ പുതുപുത്തനൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ കാണുക. നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷൻസും വണ്ടിയുടെ ഡീറ്റെയിൽസും എല്ലാം ഇനി മുടങ്ങാതെ നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കും. കാരണം അത്രയ്ക്ക് ഒരു പരിതാപകരമായ അവസ്ഥയിൽ നിന്നതുകൊണ്ടാണ് ഒരു മാസത്തോളം നമ്മൾ വീഡിയോ ചെയ്യാതെ മുന്നോട്ട് പോയത്. അതുകൊണ്ട് നമ്മൾ ഇനി എല്ലാ ദിവസവും അപ്ഡേഷൻ കാണും. നമ്മുടെ ഇൻസ്റ്റാ പേജും യൂട്യൂബ് ചാനലും മാക്സിമം ഫോളോ ചെയ്യുക. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഗിവ് അവേ 5 പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റി. അത് സന്തോഷകരമായ കാര്യമാണ്. നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അതെല്ലാം അർഹതപ്പെട്ടവരുടെ കൈകളിൽ തന്നെ എത്തിയിട്ടുണ്ടെന്ന വിശ്വാസമുണ്ട്. അടുത്ത ഒരു വലിയ ഗിവ് അവേ വരുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ 2 മാസം ഇരിക്കുമ്പോൾ ഒരു വണ്ടി കൊടുക്കുമെന്ന് പറഞ്ഞതിനകത്ത് ആരും ഇതുവരെ അങ്ങോട്ട് ആവശ്യക്കാരായിട്ട് വന്നിട്ടില്ല. അല്ലെങ്കിൽ അവരുടെ ഫോൺ നമ്പർ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. 1-2 പേരുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഫോൺ നമ്പറുകൾ നമുക്ക് മെൻഷൻ ചെയ്ത് കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജെനുവിനായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്താൻ കഴിയത്തുള്ളൂ. കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ പറയുന്ന 100 പേര് വരുമ്പോൾ ഒരു 2 പേര് പോലും അതിനകത്ത് ജെനുവിനായിട്ടില്ല. അങ്ങനെ കൊടുത്ത് നമ്മൾ കുഴഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് എന്ത് ചെയ്യുക, അർഹതപ്പെട്ടവർക്ക് കിട്ടണമെങ്കിൽ അത്രയും നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫോൺ നമ്പർ നിങ്ങൾ തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ഷോറൂമിൽ വിളിച്ചാൽ എൻ്റെ പേഴ്സണൽ നമ്പർ അവർ തന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് എൻക്വയറിക്ക് വിടാം. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടികൾ കൊടുത്ത് തുടങ്ങാം. അതിനുള്ള വണ്ടികൾ റെഡി ആയിട്ടുണ്ട്. അങ്ങനെയുള്ളവരും നമ്മുടെ ഈ വീഡിയോയിലോട്ട് വരണം. അന്നേരം നമുക്കിവിടെ കുറച്ച് കുറഞ്ഞ വണ്ടികളും കുറച്ച് ബഡ്ജറ്റായിട്ടുള്ള വണ്ടികളും എല്ലാം ഉണ്ട്. നമുക്ക് അന്നേരം ആദ്യം ഷോറൂമിൽ ഒരു വീഡിയോ ചെയ്തിട്ട് ഗോഡൗൺ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാം. റിയാസേ, നമുക്കിന്ന് ഏത് വണ്ടിയാണ് മോനെ തുടങ്ങേണ്ടത്? ഇത് വരുമ്പോൾ 2013 മോഡൽ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി. നമുക്ക് എത്ര രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാൻ പറ്റും? ഇത് ഒരു 26 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 26 രൂപയ്ക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് നമുക്ക് കൊടുത്തരാം. 26 രൂപയ്ക്ക് പേരിലോട്ട് മാറ്റി കൊടുത്തരാം. പേരിലോട്ട് മാറുന്നങ്ങോട്ട് ചേർത്തിട്ട് 26 രൂപയ്ക്ക് വണ്ടി കൊടുത്തരാം. അടുത്ത വരുന്ന നമുക്ക് 2021 മോഡൽ വണ്ടി, 2021 മോഡൽ വണ്ടി. ഇത് നമുക്കൊരു 48,000 രൂപയ്ക്ക് കൊടുക്കാം. പ്ലസ് വണ്ടി 48,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 48 രൂപയ്ക്ക് പേരിലോട്ട് മാറ്റി കൊടുക്കാം. 2021 വണ്ടി. അടുത്ത വരുന്ന 2017 മോഡൽ ആക്റ്റീവ. ഇത് വരുമ്പോഴത്തേക്കും നമുക്കൊരു 30 രൂപയ്ക്ക് പേരിലോട്ട് മാറ്റി കൊടുക്കാം. 2017 ആക്റ്റീവ. അടുത്തത് വരുന്നതും നമുക്ക് വരുന്നത് 2009 മോഡൽ അല്ലേ റിയാസ്? ഇത് 2029 വരെ പേപ്പറുണ്ട്. 2029 വരെ പേപ്പറുള്ള ഈ വണ്ടി നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം? അത് 15 രൂപയ്ക്ക് കൊടുക്കാം. 15 രൂപയ്ക്ക് നമുക്ക് പേര് മാറി കൊടുക്കാം. ഓക്കെ, അത് നമുക്ക് 15 രൂപയ്ക്ക് കൊടുക്കാം. ഓടിച്ച് പഠിക്കാനുള്ളവർക്കൊക്കെ അത്യാവശ്യം ഒരു 4-5 വർഷം പേപ്പർ ഉണ്ടെന്ന് തോന്നില്ല? 29 വരെ നമുക്ക് പേപ്പർ ഉണ്ട്. ഇല്ല ആക്റ്റീവ് എത്ര മോഡലാണ്? ഇത് 2014 വണ്ടി. 2014 വണ്ടി. ഇതിപ്പോൾ റിയാസിനോട് നിർത്തി നമ്മൾ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു. ഏതൊക്കെ സ്റ്റോക്കുകളാണ്, ഏതൊക്കെ മോഡലാണ്, എന്തൊക്കെ വിലയാണ് എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അന്നേരം റിയാസിൻ്റെ അടുത്താകുമ്പോൾ റിയാസിന് ഇതെല്ലാം അറിയാം. അന്നേരം പിന്നെ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ തന്നെ ഒരു ഓഫർ പ്രൈസുകളാണ് പറയുന്നത്. എന്നിരുന്നാൽ പോലെ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ 14 വണ്ടി നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം? ഇത് നമുക്ക് 26 രൂപയ്ക്ക് കൊടുക്കാം. 26 രൂപയ്ക്ക് നമുക്ക് പേര് മാർക്കണം. എന്തെങ്കിലുമൊക്കെ ചെയ്ത് തരാൻ കുഴപ്പമൊന്നുമില്ല. അതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. അടുത്ത ഒരു 2019 അല്ലേ മോനെ പാഷൻ പ്രോ വരുന്നത്? 19 പാഷൻ പ്രോ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം? 44 രൂപയ്ക്ക് കൊടുക്കാം. 44 വേണ്ട മോനെ, 42,000 രൂപയ്ക്ക് കൊടുക്കാം. നമ്മുടെ വീഡിയോ കണ്ടുവരുന്നു. റിയാസ് പറഞ്ഞതിനേക്കാൾ ഞാൻ ചെറിയൊരു ഓഫറും കൂടെ കൊടുക്കാം. 42,000 രൂപയ്ക്ക് 2019 പാഷൻ പ്രോ കൊടുക്കാം. നമുക്ക് പൾസർ വരുമ്പോൾ 2015-16 രജിസ്ട്രേഷനുള്ള വണ്ടി എത്ര രൂപയ്ക്ക് കൊടുക്കാം റിയാസ്? 29 രൂപയ്ക്ക് കൊടുക്കാം. 29,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. റിയാസിനോട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീഡിയോയിൽ നിന്ന് കാണിക്കണം. ഈ വീഡിയോ ഒക്കെ അവനെ കൊണ്ട് കൂടെ ചെയ്യിപ്പിക്കണം. അതിനോട് വീഡിയോ ഒക്കെ ചെയ്ത് പഠിക്കണം. അടുത്ത വരുന്നത് നമുക്ക് ചെറിയ ബഡ്ജറ്റ് കിട്ടുന്ന ഒരു യൂണിക്കോൺ 2013 മോഡൽ. ഇതൊക്കെ വരുമ്പോഴത്തേന് നമുക്കൊരു 25-26 രൂപ റേഞ്ച് കൊടുത്തു വിടാം. 26 രൂപയ്ക്ക് കൊടുക്കാമല്ലോ. 26 രൂപയ്ക്ക് യൂണിക്കോൺ എടുക്കാമെന്ന് വരുന്നവർക്ക് നമുക്ക് ഫുൾ കണ്ടീഷനിലൊരു യൂണിക്കോൺ കൊടുക്കാം. നമ്മുടെ ഇപ്പോഴേ മോനെ ഇവനെ ഇങ്ങോട്ടൊന്ന് കാണിച്ചൊന്ന് കാര്യങ്ങൾ ചോദിക്കട്ടെ.
എടാ നമ്മുടെ ഈ വാറണ്ടി കാര്യങ്ങൾ നമ്മളിപ്പോൾ എങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നത്? ഞാൻ ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുന്നത്? നമ്മൾ നേരത്തെ ചെക്കിംഗ് വാറണ്ടി ഒക്കെ തോനെ കൊടുക്കുന്നുണ്ട്. അന്നേരം നമ്മൾ ഇൻഡിക്കേറ്റർ പൊട്ടി എവിടെയെങ്കിലും കൊണ്ട് തട്ടി പൊട്ടിച്ചിട്ടൊക്കെ ഇവിടെ വരുന്നുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ്. അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു 10 ദിവസം ചെക്കിംഗ് 10 ദിവസം അല്ലെ 15 ദിവസം നമുക്ക് ചെക്കിംഗ് വാറണ്ടി ആയിട്ടും കൊടുക്കാം മൊത്തത്തിൽ A to Z കാര്യങ്ങൾക്ക് അതല്ലേ നല്ലത്? വേണമെങ്കിൽ 1 മന്ത് എഞ്ചിൻ വാറണ്ടിയും കൊടുക്കാം, കുഴപ്പമില്ല. നമുക്ക് അന്നേരം ഒരു 15 ദിവസമൊക്കെ നമുക്ക് ഫുള്ള് ചെക്കിംഗ് വാറണ്ടി ആയിട്ടും കൊടുക്കാം. കാരണം ഈ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ വാറണ്ടി കൊടുക്കുമ്പോൾ ഒരു ഇൻഡിക്കേറ്റർ പൊട്ടിച്ചിട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായി ടയർ പൊട്ടിച്ചിട്ടും ഇതെല്ലാം നമ്മൾ മാറിക്കൊടുക്കേണ്ട അവസ്ഥകൾ വരുന്നുണ്ട്. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ചെയ്യുമ്പോൾ മാക്സിമം ഒരു ഡിസ്കൗണ്ട് പ്രൈസിലും നമുക്കൊരു ചെറിയ പ്രോഫിറ്റ് ഇട്ടിട്ടോ നമ്മൾ ഈ വീഡിയോകൾ ചെയ്യുന്നത്. അന്നേരം നമുക്ക് ഇത് ഇത്രയും കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥകൾ പല മാസങ്ങളിലൂടെ വരുന്നുണ്ട്. അത് നമ്മൾ പറയുന്നതുകൊണ്ട് മറ്റൊന്നും തോന്നരുത്. നിങ്ങൾക്കൊരു 15 ദിവസം ഞങ്ങൾ ഉപയോഗിച്ച് നോക്കാനുള്ള അവസരം. ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് പറ്റിയാലും ഞങ്ങൾ തയ്യാറാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റുന്ന കംപ്ലയിൻറ്റുകൾക്കല്ല, നമ്മുടെ ഇവിടുന്ന് തന്നിട്ട് അതിനകത്ത് സംഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് നമ്മളൊരു ഉത്തരവാദിയുണ്ട്. ഒരു 15 ദിവസം നിങ്ങൾക്ക് നോക്കാനുള്ള സമയം നമ്മൾ തരാം. അന്നേരം നമുക്ക് അകത്തോട്ടുള്ള കുറച്ച് വണ്ടികളൂടെ കാണാം. വാ. അപ്പോഴേ നമുക്ക് അകത്തോട്ട് കയറുമ്പം ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് എൻഡോർക്ക. നമുക്ക് കുറച്ച് ഈ സ്കൂട്ടർ ഐറ്റംസ് ആദ്യം കാണിച്ചിട്ട് ബൈക്കിനകത്തോട്ട് കയറാം. സ്പോർട്സ് വണ്ടികളുണ്ട്, ബുള്ളറ്റുകളുണ്ട്, ഡ്യൂക്ക് ഉണ്ട്, എല്ലാം നമുക്ക് കാണിക്കാം. അന്നേരം ഇത് നമുക്ക് എത്ര മോഡലാണ് വരുന്നത്? ഇത് 2022 മോഡൽ. 2022 വണ്ടി നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റുന്നത്. ഇവിടെ ഒരു 75 രൂപ നമ്മൾ പ്രൈസ് ഇട്ടിട്ടുണ്ട്. നമുക്കൊരു 70 രൂപയ്ക്ക് തന്നെ കൊടുത്തുകൂടായോ? നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് 70 രൂപയ്ക്ക് കൊടുക്കാം. മാത്രം. അതായത് ഇതിന്റെ സ്ക്വാഡ് എഡിഷൻ എന്ന് പറയുന്ന വണ്ടിയാണ്, ഫുൾ കണ്ടീഷൻ ഇരിക്കുന്ന വണ്ടി. ഇത് നമുക്ക് 70,000 രൂപയ്ക്ക് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഇത് പേരിലോട്ട് മാറ്റി നമ്മൾ വാറണ്ടിയോടുകൂടി ഈ വണ്ടി കൊടുക്കും. അടുത്തത് വരുന്നത് നമുക്കൊരു 2023 ഡിസംബറിൽ വരുന്ന ഒരു വണ്ടി, റേസ് ZR ഹൈബ്രിഡ് വരുന്ന വണ്ടിയാണ്. ഈ വണ്ടി വരുമ്പോഴും നമ്മളിവിടെ ഇട്ടിരിക്കുന്ന വിലയൊക്കെ ഏകദേശം ഒരു 84 രൂപയ്ക്ക് നമുക്കൊരു 79,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ 2023-24 റേസ് ZR ഹൈബ്രിഡ് വണ്ടി നമുക്ക് കൊടുക്കാം. അടുത്തത് വരുന്നത് അതേപോലത്തെ വണ്ടി തന്നെ 2022 വണ്ടി. ഇത് വരുമ്പോഴും നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം? ഒരു 69,000 രൂപയ്ക്കൊക്കെ നമുക്ക് കൊടുത്തുകൂടാ റിയാസ്? കൊടുക്കാം. നമ്മൾ ഇട്ടേക്കുന്ന 71 രൂപയ്ക്ക് അതൊന്നും നോക്കണ്ട. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമ്മളത് ചെയ്തു തരും. അത് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് നല്ലപോലെ അറിയാം. അതുകൊണ്ട് അങ്ങനെയൊന്നും വിലയൊന്നും കേൾക്കണ്ട. പിന്നെ മാക്സിമം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള വിലകളാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നെങ്കിലോ അല്ലെ വേറെ ഏതെങ്കിലും വണ്ടിക്കകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിലോ ഞാനത് ഉറപ്പായിട്ടും ചെയ്തു തരും. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയാനുള്ളത് ഫിനാൻസിൻ്റെ കാര്യമാണ്. ഫിനാൻസ് നമ്മൾ ഇവിടുന്ന് 0 ഡൗൺ പേയ്മെൻറ്റിനും കാര്യങ്ങളും എല്ലാം വണ്ടികൾ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഈ 0 ഡൗൺ പേയ്മെൻറ്റിലൊക്കെ കൊണ്ടുപോയി ഒരുപാട് കസ്റ്റമേഴ്സ് ഒരു ഫിനാൻസ് പോലും അടയ്ക്കാതെ, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം, ഒറ്റ മാസം പോലും അടയ്ക്കാതെ മൊത്തത്തിൽ ഫിനാൻസ് കമ്പനികളെല്ലാം ടൈറ്റിലായി. അവർ ഫിനാൻസ് പാടെ നിർത്തി. ഒരാൾക്കും ഫിനാൻസ് കൊടുക്കാത്ത തീരുമാനത്തിൽ ഒറ്റയടിക്ക് ഫിനാൻസ് നിർത്തി. ഇവിടുന്ന് ഏകദേശം 10 വണ്ടിയോളം ഫിനാൻസ് ഇട്ട് അപ്രൂവൽ തന്ന വണ്ടികൾ ഇറക്കി വിട്ടിട്ട് തിരിച്ചെടുക്കേണ്ട അവസ്ഥയിൽ വന്ന് ഇപ്പോൾ അവർ വീണ്ടും ഫിനാൻസ് തുടങ്ങിയിട്ടുണ്ട്. ജെനുവിൻ കസ്റ്റമേഴ്സിന് മാത്രമേ ഫിനാൻസ് കിട്ടത്തുള്ളൂ. ഫിനാൻസ് നേരത്തെ കൂട്ട് നമുക്ക് 2 രൂപ അടച്ചാലോ 5 രൂപ അടച്ചാലോ ഇറക്കാമെന്ന് പറഞ്ഞ ഒരാളിനെ വിളിച്ചു വരുത്താൻ പറ്റത്തില്ല. നിങ്ങളിവിടെ വന്ന് ആധാർ കാർഡ് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ സിബിലെല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം അവർ പറയും എത്ര രൂപ അടച്ചാലും നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റുമെന്നുള്ള കാര്യം. അതിനുശേഷം മാത്രമേ നമുക്ക് ഫിനാൻസ് എത്ര രൂപ അടച്ചാൽ ഇറക്കാൻ പറ്റും, ബാക്കി എത്ര രൂപ ഫിനാൻസ് കിട്ടുമെന്ന് കസ്റ്റമറുടെ ഡീറ്റെയിൽസ് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ഫിനാൻസ് നമുക്ക് 0 ഡൗൺ പേയ്മെൻറ്റ് 0 കിട്ടുന്ന വണ്ടികളുണ്ടാവും. ചില കസ്റ്റമേഴ്സിന് 0 കിട്ടും, 2 രൂപ അടച്ചാൽ കിട്ടും, 5 രൂപ അടച്ചാൽ കിട്ടും, ഇതെല്ലാം ഉണ്ട്. പക്ഷേ അതിവിടെ വന്നതിന് ശേഷം മാത്രമേ നമുക്കിപ്പോൾ നോക്കിയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ഒരുവിധപ്പെട്ട ഫിനാൻസുകാരെല്ലാം നിർത്തി കഴിഞ്ഞ്. അന്നേരം ഇപ്പം നമുക്കുള്ളത് ബൈക്ക് ബസാറിൻ്റെ ഫിനാൻസ് നിലവിൽ നിപ്പുണ്ട്, പിന്നെ ശ്രീറാമുണ്ട്, മാക്സ് വാല്യൂ ഉണ്ട്. പക്ഷേ ശ്രീറാമും മാക്സ് വാല്യൂ ഒക്കെ നമുക്ക് ഒരുപാട് ഡിലേ ആവുന്നതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഈ ബൈക്ക് ബസാറിന് നമുക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷേ അവർ തന്നുകൊണ്ടിരുന്ന എമൗണ്ടിനകത്ത് നല്ല കുറവ് വരുത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 70% ഒക്കെ ആക്കിയിട്ടുണ്ട്. അത് ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. പൂർണ്ണമായിട്ട് നിർത്തിയായിരുന്നു. നമ്മുടെ കുറച്ച് ഷോറൂമുകൾ നമ്മൾ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നത് കൊണ്ട് അവർ ഓപ്പൺ ആക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എത്ര രൂപ അടയ്ക്കണമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇത് നമുക്ക് എത്ര മോഡൽ അറിയാസ് വരുന്നത്? ഇത് 2024 മോഡൽ. 2024 വണ്ടി ഹൈബ്രിഡ് വരുന്ന വണ്ടിയാണ്. ഇത് വരുമ്പോഴും നമുക്കൊരു 85,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. ഫൈനൽ റേറ്റ് ആയിരിക്കും അത്. കാരണം നമ്മൾ 92,000 രൂപ ഇട്ടിരിക്കുന്ന വണ്ടി ഓൾറെഡി ഇട്ടിരുന്ന ഓഫറിന് ഇട്ടിരുന്ന വണ്ടിയാണ്. ഇപ്പോൾ വണ്ടികൾ നമുക്ക് കൂടുതലുണ്ട്. മാക്സിമം വണ്ടികൾ സെയിൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇത് നമുക്കൊരു 85,000 രൂപയ്ക്ക് ഹൈബ്രിഡ് നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള ഏകദേശം ഒരു 6,000-7,000 കിലോമീറ്ററിനകത്ത് ഓടിയ വണ്ടികളായി കാണിക്കുന്നതല്ല. അന്നേരം ഈ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർ നേരെ വന്നാലും നമുക്കൊരു 85,000 രൂപയ്ക്ക് നമുക്ക് ചെയ്തു കൊടുക്കാം. അതിനകത്ത് ഫിനാൻസ് എല്ലാ വണ്ടികൾക്കും കിട്ടും. പക്ഷേ ഇവിടെ വന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്തത് നമുക്ക് ഡിയോ കാണിച്ചാലോ? 2020 മോഡൽ. 2020. ഇതെന്താ വിലയ്ക്ക് ലാസ്റ്റ് കൊടുക്കാൻ പറ്റും നമുക്ക്? 60 രൂപയ്ക്ക് കൊടുക്കും. 60 രൂപ. 59,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ അങ്ങ് കൊടുക്കാം. 59,000 രൂപയ്ക്ക് 2020 മോഡൽ ഡീലക്സ് വണ്ടി നമുക്കിത് 59,000 രൂപയ്ക്ക് കൊടുക്കാം. അടുത്ത വരുന്നത് 2021 മോഡൽ. ഇത് വരുമ്പോഴത്തേനും നമുക്കൊരു 64,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാമല്ലോ. ഫുൾ കണ്ടീഷൻ ആണല്ലോ വണ്ടികളെല്ലാം. ഫസ്റ്റ് ഓണർ വണ്ടി. അടുത്ത വരുന്നത് 2021 മോഡൽ ആക്റ്റീവ 60 അല്ലയോ? 6G.
ഇത് നമുക്ക് കൊടുക്കാം 62,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം 2022 വണ്ടി. അതെല്ലാം വണ്ടികളും കൂടെ നല്ലപോലെ ഒന്ന് കാണിച്ചോണം. ഒരു ഷോറൂമിൽ നിൽക്കുന്ന അതേ കണ്ടീഷനിൽ തന്നെ ഇരിപ്പുണ്ട് സാധനങ്ങളൊക്കെ. ഞാൻ പിന്നെ ഒരുപാട് അങ്ങ് ഡീറ്റെയിൽ പറയാത്ത നമ്മുടെ വണ്ടിയുടെ കണ്ടീഷനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ടാണ് പിന്നെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. 2019 വണ്ടി, 2019 BS4 വണ്ടി, കാർബറേറ്റർ ഉള്ള മോഡൽ വണ്ടി. ഇത് നമുക്ക് 55,000 രൂപയ്ക്ക് നമുക്ക് പേരിലോട്ട് മാറ്റി നമുക്ക് കൊടുക്കാം. വണ്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ വണ്ടി അന്ന് ഇറങ്ങിയ അതേ കണ്ടീഷനിൽ തന്നെ ഇരിപ്പുണ്ട്. അത്രയും ഒരു കണ്ടീഷനുണ്ട് വണ്ടികൾക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടിയുടെ കാര്യങ്ങൾ എടുത്തെടുത്ത് ഈ കാണിക്കാത്ത. നിങ്ങൾ പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇത് മൊത്തത്തിലൊന്ന് കാണിച്ചേക്കണം. കാരണം പിന്നെ വരുന്ന കസ്റ്റമർക്ക് നമുക്ക് അന്നേരം പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളില്ലല്ലോ, നോക്കി എടുത്തുകൊണ്ട് പോകുക എന്നുള്ള പരിപാടിയല്ല ഉള്ളൂ. നമുക്കേ ഇനി നമ്മൾ അങ്ങോട്ട് കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ മൈലേജ് ഉള്ള കുറച്ച് വണ്ടികൾ കാണിച്ച് സ്പോർട്സിലോട്ട് അങ്ങ് പോകാം അല്ലയോ? ഇതിന്റെ ഡീറ്റെയിൽ മോനെ, ഈ മൈലേജ് ഉള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേ. ഇത് 2023 മോഡൽ. ഇത് എത്ര കിലോമീറ്റർ ഓടിയ വണ്ടി? ഇത് എത്ര കിലോമീറ്റർ ഓടിയ വണ്ടിയാ? ഇത് നമുക്ക് 14,000 കിലോമീറ്റർ. 14. എത്ര രൂപയ്ക്ക് ലാസ്റ്റ് നമുക്ക് വീഡിയോ കൊണ്ടുവരുന്നത്? 100 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഇത് നമ്മൾ 65 രൂപ ഇട്ടേക്കുന്നത്. 65. ഒരു നല്ലൊരു ഓഫർ നമുക്ക് കൊടുക്കാൻ പോവാം. 10,000 രൂപ കുറച്ച് കൊടുത്തരാം. 55,000 രൂപയ്ക്ക് ഇറക്കി കൊടുക്കും. പുതിയ വണ്ടി 2023 പ്ലാറ്റിന 1 അല്ലേ വരുന്നത്? 100 വരുന്ന വണ്ടി, നല്ല മൈലേജുള്ള വണ്ടി, വെറും 14,000 കിലോമീറ്ററോടെ 55,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. അടുത്തത് 2021 CT 110. CT 110 നമുക്ക് വരുമ്പോഴത്തേന് ഒരു 45,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. CT 110 വരുമ്പം 45,000 രൂപയ്ക്ക് 2021 വണ്ടി. ഇതെല്ലാം ഫിനാൻസ് കിട്ടുന്ന വണ്ടികളാണ്. പക്ഷേ ഇവിടെ വന്ന് നോക്കിയതിന് ശേഷമേ നിങ്ങൾ മാക്സിമം ഒരു എമൗണ്ട് അടച്ചിട്ട് എടുക്കണം ഫിനാൻസ്. അതാകുമ്പോൾ നമുക്ക് അടയ്ക്കാനുള്ള ഒരു ഉഷാറ് വരും. അടുത്തത് വരുന്ന CT 110X വരുന്ന 2022 മോഡൽ. ഇത് വരുമ്പോഴും നമുക്കൊരു 52,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്ത വരുന്നത് പാഷൻ പ്രോയാണ്. 2018 മോഡൽ, പഴയ മോഡൽ, കാർബറേറ്റർ ഉള്ള മോഡൽ വണ്ടി. ഇത് നമുക്കൊരു 43,000 രൂപയ്ക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. 18 മോഡൽ വണ്ടികളായി പറയുന്നത്, കാർബറേറ്റർ ഉള്ള വണ്ടികൾ, അതും ഫുൾ കണ്ടീഷൻ ഡിസ്ക് ബ്രേക്ക് സഹിതം വരുന്ന വണ്ടികളാണ് ഈ കാണിക്കുന്നത്. ഇത് നമുക്കൊരു 43,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അല്ലേ അറിയാം സാർ? ഇത് കൊടുക്കാമല്ലോ. ഈ അലുവ പീസ് പോലെ ഇരിക്കുന്ന ഈ സ്പ്ലെൻഡർ എത്ര മോഡലാണ് ഇത്? 2023 മോഡൽ. 2023 ലാസ്റ്റ് സ്പ്ലെൻഡർ. ഈ വണ്ടി നമുക്ക് ഫൈനൽ ഒരു 70 രൂപയ്ക്ക് കൊടുത്തുവിടാനോ? കൊടുക്കാം. എന്തെങ്കിലും കൂടെ കുറച്ച് കൊടുക്കാൻ പറ്റുമോ? എന്നാൽ ഡിജിറ്റൽ മീറ്റർ വരുന്ന മോഡൽ വണ്ടിയാണ് കേട്ടോ. ഡിജിറ്റൽ മീറ്റർ ഈ വരുന്ന എക്സ്ടെക് മോഡൽ വണ്ടിയാണ്. ഇത് നമുക്കൊരു 70 രൂപയ്ക്ക് ഫൈനൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ എന്തെങ്കിലും കൂടെ വരുമ്പോൾ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ വരുന്ന കസ്റ്റമേഴ്സിന് എന്നെ വിളിക്കണം. ഞാനില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിനകത്ത് കൊടുക്കാൻ പറ്റണം കേട്ടോ. അവരെ ഫുൾ സന്തോഷമായിട്ട് ഇവിടുന്ന് പോകാനുള്ളൂ. അതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. 2023 അല്ലേ ഇത്? 2023 ABS വരുന്ന മോഡൽ 200NS. ഈ വണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫൈനൽ ഒരു 130 നമുക്ക് കൊടുക്കാം. 129 കൊടുക്കാം. 129 നമുക്ക് കൊടുക്കാം. 1,37,000 നമ്മൾ ലാസ്റ്റ് പ്രൈസ് ഇട്ടിരുന്ന വണ്ടിയാണ്. ഇത് നമുക്കൊരു 1,29,000 രൂപയ്ക്ക് നമുക്കിപ്പോൾ കൊടുക്കാം. കാരണം നമുക്ക് വണ്ടികൾ അത്രയും സ്റ്റോക്ക് ഉണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് വണ്ടികൾ വരാനുണ്ട്. മാക്സിമം വണ്ടികൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഫിനാൻസ് കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുക. വന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം ഫിനാൻസിൻ്റെ കാര്യങ്ങൾ ചെയ്യുക. ഒരു ദിവസം താമസിച്ചാലും നല്ലപോലെ ആലോചിച്ചതിന് ശേഷം ഫിനാൻസ് കാര്യങ്ങൾ ചെയ്യുക. അടുത്തത് വരുന്നത് ജിക്സർ 2022 വണ്ടി. നമ്മുടെ നേരത്തെ ഈ മോഡൽ വണ്ടികൾ ഇരിപ്പുണ്ടായിരുന്നില്ലേ? കുറേ വണ്ടികൾ ഉണ്ടായിരുന്നല്ലോ. ഇത് വരുമ്പോഴത്തേന് നമുക്കൊരു 110 ലാസ്റ്റ് കൊടുക്കാം. ചെറിയ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 110 ലാസ്റ്റ് നമുക്ക് ഈ വണ്ടി 2022 SF നമുക്ക് കൊടുക്കാം. അടുത്ത വരുന്ന 220 അല്ലേ? 220 ഇപ്പം നല്ല മാർക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. വന്ന വണ്ടികളെല്ലാം കുറേ തീർന്നതിനിടയ്ക്ക് ഇല്ലയോ? വീഡിയോ ചെയ്യാത്ത സമയത്തൊക്കെ. 2019 വണ്ടി നമുക്കാണ്ട് ഈ വണ്ടി വരുമ്പോഴത്തേന് 68 രൂപ നമ്മൾ ഇട്ടേക്കുന്നത്. എത്ര രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും? നമുക്ക് 62 രൂപയ്ക്ക് കൊടുക്കാം. 62 രൂപയ്ക്ക് കൊടുക്കാം. 60 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കട്ടെ. 60,000 രൂപയ്ക്ക് നമ്മൾ കൊടുക്കാം. 60,000 രൂപയ്ക്ക് ഈ വണ്ടി 2019, അതായത് ലാസ്റ്റ് ഇറങ്ങിയ BS4 വണ്ടി നമുക്ക് 60 രൂപയ്ക്ക് കൊടുക്കാം. അതിനകത്ത് ഏകദേശം ഫിനാൻസ് ഒക്കെ ഏകദേശം എത്ര ഇട്ടു ഇപ്പോഴത്തെ ഒരു കണ്ടീഷന്? 10 രൂപ അടച്ചാൽ ഇറങ്ങും. 10 രൂപയ്ക്ക് അടച്ചാൽ ഇറങ്ങും. 10 രൂപയ്ക്ക് അടച്ചാൽ പഴയതുപോലെ തന്നെ ഇറങ്ങും. പക്ഷേ ഇപ്പോൾ സിവിൽ സ്കോറും കാര്യങ്ങളും പക്ക ജെനുവിൻ കസ്റ്റമർ ആണെങ്കിൽ മാത്രമേ ഫിനാൻസുകാർ എല്ലാവരും കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് 10 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഇറക്കാൻ പറ്റുമായിരിക്കും. ഓക്കെ. അടുത്തത് വരെ നമുക്ക് R15 V4 വരുമ്പോൾ നമ്മുടെ പഴയ വീഡിയോക്കകത്തുള്ളൊരു വണ്ടിയല്ലേ? ഇത് നമ്മൾ കൊടുത്തല്ലായിരുന്നു ഈ വണ്ടി. ഫിനാൻസിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞില്ലയോ? അങ്ങനെ തിരിച്ചെടുക്കേണ്ടി വന്ന വണ്ടി സെയിലായ വണ്ടിയായിരുന്നു. പക്ഷേ ഫിനാൻസ് നിർത്തിയത് കൊണ്ട് കസ്റ്റമർക്ക് അർജൻറ്റ് വണ്ടി വേണ്ടതുകൊണ്ടും ഈ വണ്ടി നമ്മൾ തിരിച്ചെടുത്ത വണ്ടിയാണ്. അന്നേരം ഈ വണ്ടി നമ്മൾ അന്ന് കൊടുത്തത് 1,68 കണ്ടാന്ന് തോന്നുന്നില്ലേ? എത്രയാണ് കൊടുത്തത്? 65 കൊടുത്തത്. നമുക്ക് ഇച്ചിരി കൊണ്ട് താത്ത് കൊടുത്തുകൂടാ? ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് 1,60,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാൻ പോവാം. 1,60,000 രൂപയ്ക്ക് ഇനി വരുന്ന, അതായത് ഈ വണ്ടി നമ്മൾ കച്ചവടമാക്കി അവർ അഡ്വാൻസ് തന്ന് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയ വണ്ടിയാണ്. പക്ഷേ ഫിനാൻസിന്റെ പ്രശ്നം കൊണ്ട് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റിയില്ല. ഫിനാൻസ് ചെയ്തിട്ടിരുന്നേ ഡിലേ ആക്കി അന്നേരം കൊടുക്കാൻ പറ്റിയില്ല. ഓക്കെ. 1,60,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. അതായത് ഒരു പുതിയ വണ്ടി ഷോറൂമിൽ നിൽക്കുന്ന ന്യൂ വണ്ടിയുടെ അതേ കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു വണ്ടിയാണ്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. അടുത്ത വരുന്നത് നമുക്ക് ഈ എക്സ്പൾസ് 2V എടുക്കാൻ നിൽക്കുന്നവർക്ക് 2021 മോഡൽ വണ്ടി. ഈ വണ്ടി നമുക്ക് എത്ര രൂപ മണി ഇട്ടേക്കുന്നത്? ഇവിടുത്തെ വില 1,00,000 രൂപ. എത്ര രൂപയ്ക്ക് ഇത് ലാസ്റ്റ് അങ്ങ് കൊടുക്കാൻ പറ്റും? നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാക്സിമം ഡിസ്കൗണ്ട് പറയാം. 98 രൂപയ്ക്ക് കൊടുക്കാം. 98 രൂപയ്ക്കാണ്.
95,000 രൂപയ്ക്ക് ഞാൻ തന്നേക്കാം. കൊടുത്തുകൂടാ ഇവിടെ? കൊടുക്കത്തില്ല. കൊടുക്ക്. 98 എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാം, എനിക്ക് വേണമെങ്കിൽ 98 തന്നെ പറയാം, നീ പറയുന്ന വില തന്നെ പറയാം. പിന്നെ വന്നിട്ട് ആൾക്കാർ ഇടുന്നൊരു ബഹളം വെക്കണ്ട, ബാർഗെയിൻ ചെയ്യരുത്. കാരണം ഞാനിപ്പോൾ എപ്പോഴും ഇവിടെ ഇരിക്കാൻ പോകുന്നില്ല, അങ്ങനെ ചെയ്യാറില്ല, കൂടുതൽ ചെയ്യത്തില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ പറഞ്ഞില്ലേ മോനെ, നമ്മളിപ്പോൾ വരുന്നവർക്ക് ഒരു സന്തോഷം, അവർ ഇവിടുന്ന് വന്ന് വണ്ടി എടുക്കുമ്പോൾ അവർ ഫുൾ ഹാപ്പിയായിട്ട് വേണം പോകാൻ. അതാണ് എൻ്റെ ഒരു ദൃഢനിശ്ചയമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ മാക്സിമം നീ വിചാരിക്കും നിന്നെ ഓവർടേക്ക് ചെയ്ത് പറയാനല്ല, പക്ഷെ ഒരു മാക്സിമം ഒരു റേറ്റ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ റേറ്റിനകത്ത് എന്തെങ്കിലും കൂടെ നമ്മുടെ ഈ വരുന്ന പിന്നെ ഓഫറിനൊക്കെ നമുക്ക് വണ്ടികൾ വന്ന് കയറുവാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അടുത്ത വരുന്നത് നമുക്ക് 2022 4V എടുക്കാൻ നിൽക്കുന്നവർക്ക് എക്സ്പൾസിൻ്റെ 4V ആണ്. ഈ വണ്ടി വരുമ്പോഴത്തേനും നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്ന വില 1,35,000 രൂപയാണ്. ഇത് ഞാനൊരു 1,29 കൊടുക്കട്ടെ. കാരണം ഇപ്പോഴത്തെ ഇങ്ങനെ ചോദിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഈ വന്ന വണ്ടികളുടെ വിലകൾ എനിക്കറിയത്തില്ല. ഈ ഇട്ടേക്കുന്ന വിലക്കകത്തുനിന്നാണ് ഞാനിത് പിന്നെ ഓഫറായിട്ട് പറയുന്നത്, മാക്സിമം അറേഞ്ച് ചെയ്താണ് എല്ലാത്തിലും ഇട്ടിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും 1,29,000 രൂപയ്ക്ക് നമുക്ക് ഈ 4V ഇറക്കി വിടാം. കാരണം ഞാനിവിടെ ഒരു മാസത്തിന് മുമ്പൊക്കെ ഇത് ഏകദേശം 1,38 വരെ ഇവിടെ വിറ്റുകൊണ്ടിരുന്ന വണ്ടികളാണ്. ഇത് നമുക്ക് 1,29,000 രൂപയ്ക്ക് 1,35 അവരിട്ടിരുന്നതാണെങ്കിൽ ഞാൻ അതൊന്നും നോക്കുന്നില്ല, വന്ന വില പോലും ഞാൻ ചോദിക്കുന്നില്ല. 1,00,000 എത്ര ഞാൻ പറഞ്ഞത്? 1,28 ഇല്ല, 1,28 1,29 നമുക്കിത് കൊടുക്കാം. അടുത്ത വരുന്ന നല്ല ഫുൾ കണ്ടീഷനുള്ള 2021 250 എടുക്കാൻ നിൽക്കുന്നവർക്ക്, ഡൊമിനാർ 250 എടുക്കാൻ നിൽക്കുന്നത് ഒരു ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഈ വണ്ടി വരുമ്പോഴത്തേനും നമുക്ക് ഇത് ഇന്നലെ വന്ന വണ്ടിയല്ലേ മോനെ? ഇത് ഫൈനൽ നമുക്ക് ഒരു എത്ര രൂപയ്ക്ക് കൊടുക്കാം? 1,37 കൊടുക്കാം. 1,37 കൊടുക്കാം. ഒരു 1,35 കിട്ടിയാലും നമുക്ക് കൊടുക്കാമല്ലോ. എല്ലാ പേപ്പറുകളെല്ലാം കറണ്ട് ആക്കി കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു 1,35 ഫൈനൽ നമ്മൾ റിയാസ് പറഞ്ഞ കൂട്ട് തന്നെ 1,37 പറഞ്ഞെങ്കിൽ ഒരു 2,000 കൂടെ കുറച്ച് ഒരു 1,35 നമുക്ക് ഫൈനൽ ഇത് അങ്ങ് കൊടുക്കാം. നമുക്കിനി കുറച്ച് ബുള്ളറ്റ് സെഗ്മെൻറ്റ് പിന്നെ BS3 ഡൂക്ക് നോക്കിയിരിക്കുന്നവർക്ക് അതുവരെ വന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ. അതങ്ങോട്ടൊന്ന് കുറച്ച് വണ്ടികൾ കാണിക്കാൻ വാ. ഡ്യൂക്കിൻ്റെ പിന്നെ BS3 വണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ടയർ ഭാഗങ്ങൾ കൊണ്ടായാലും പെയിൻറ്റ് കൊണ്ടായാലും ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ ഇരിക്കുന്ന നല്ലൊരു ക്വാളിറ്റി വന്നിട്ടുള്ള 3rd ഓണർഷിപ്പിലുള്ള ഒരു വണ്ടിയാണിത്. ഈ വണ്ടി നമുക്ക് വരുമ്പോഴത്തേന് ഒരു 78 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാമല്ലോ. ഒരു 78 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം. നല്ല കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു വണ്ടിയാണ്. മോഡൽ നമ്മൾ BS3 നോക്കി നടക്കുന്നവർക്ക് ഒന്നും നോക്കാനില്ലാതെ കണ്ണടച്ചെടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി, അത്രയും നല്ലൊരു ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇത് വരുമ്പോഴത്തേന് നമ്മളിപ്പോൾ പറഞ്ഞ കൂട്ട് തന്നെ ഒരു 78 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ പേരിലോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ വരുന്നത് നമുക്ക് ബുള്ളറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ES മോഡൽ. ഇത് എത്ര മോഡലാണ്? 2020 മോഡൽ. 2020. ഇത് എത്ര രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 1,32 കൊടുക്കാം. 1,32 നമുക്കൊരു ഇച്ചിരി കൂടെ കുറച്ച് കൊടുക്കണം. കാരണം അങ്ങനെ വണ്ടികൾ കൂടുതലുണ്ട്, ഇച്ചിരി ഓഫർ ഇട്ട് നമുക്ക് കൊടുക്കാം. 1,28,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ഈ വണ്ടി. ഫൈനൽ പ്രൈസ് ആണെങ്കിൽ 1,28,000 ES ആണ്, 2020 വണ്ടിയാണ്. പിന്നെ അടുത്തത് വരുന്നത് ക്ലാസിക്കിലോട്ടാണ് പോകുന്നത്. ക്ലാസിക് വരുമ്പോഴത്തേനും നമുക്ക് 2018 മോഡൽ BS4 വണ്ടിയല്ലേ മോനെ? BS4 വണ്ടി നമ്മളിത് എത്ര രൂപ ഇട്ടിരിക്കുന്നത്? 1,25 അല്ലേ? ഈ വണ്ടി നല്ലൊരു ഓഫർ പ്രൈസിന് കൊടുക്കാൻ പോവാം. 1,18,000 രൂപയ്ക്ക് നമ്മൾ ഈ വണ്ടി കൊടുക്കാൻ പോവുക. നമ്മളിവിടെ വന്നിട്ട് ആകെ ഒന്ന് നോക്കിയിട്ട് നിങ്ങളിങ്ങനെ നോക്കിയിട്ട് അങ്ങ് പോകരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്കകത്ത് എല്ലാം ഞങ്ങൾ ഓഫർ ചെയ്ത് തരും. കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വണ്ടി സ്റ്റോക്ക് ഉള്ളത് കൊണ്ടും പിന്നെ ഈ പറഞ്ഞ കൂട്ട് എന്താണ് പറയുന്നത്, എല്ലാവരും വണ്ടികൾ എടുക്കണം. കാരണം ഇപ്പോൾ ഫിനാൻസ് ഇച്ചിരി ടൈറ്റ് ആകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് വണ്ടിക്കകത്ത് കിട്ടുന്ന പ്രോഫിറ്റിനകത്തുനിന്ന് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറേ വണ്ടികൾ വേറെ വന്നപ്പം ഇതൊക്കെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ഈ 1,25 വിറ്റാൽ തന്നെ പ്രോഫിറ്റ് ഉള്ളൂ. എന്നിരുന്നാൽ പോലും വേറെ വണ്ടികൾ വരുമ്പോൾ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത് നമ്മളിങ്ങനെ കുറച്ച് കൊടുക്കുന്നത്. ആൾക്കാർക്ക് അത്രയും ലാഭം എടുത്തിട്ട് പറയുന്നത് അതല്ല, നമ്മൾ വേറെ വണ്ടിക്കകത്ത് ഇത് അഡ്ജസ്റ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് മാക്സിമം 1,18,000 രൂപയ്ക്ക് കൊടുക്കാം. കാരണം എന്ന് പറഞ്ഞാൽ ഭീമമായൊരു തുക ഫസ്റ്റ് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കാൻ മിക്ക ആൾക്കാരുടെയും കാണത്തില്ല. അന്നെങ്കിൽ ഒരു വണ്ടി എടുക്കണമെന്ന് ആഗ്രഹമുള്ളപ്പം ഇങ്ങനെ നമ്മളും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ ആഗ്രഹം അങ്ങ് സഫലമാവും. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ഒരു ഡിസ്കൗണ്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. മെറ്റിയോർ വരുമ്പോൾ 2020 വണ്ടി ഇല്ലയോ? 2020 വണ്ടി. ഇത് നമുക്കൊരു 1,25 റേഞ്ചിൽ കൊടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. 1,25,000 രൂപയ്ക്ക് നമുക്കൊരു ക്ലാസിക്കിൻ്റെയൊക്കെ ഒരു വിലയ്ക്ക് നമുക്ക് ഈ മെറ്റിയോർ കൊടുക്കാൻ പറ്റും. അടുത്ത വരുന്ന സ്റ്റാൻഡേർഡ് തന്നെ 2021 മോഡൽ. 2021 ഈ വണ്ടി നമുക്ക് 1,35 നമ്മൾ ഇട്ടേക്കുന്ന പ്രൈസ്, ഒരു 5 രൂപ കുറച്ച് 1,30 നമുക്ക് 2021 സ്റ്റാൻഡേർഡ് നമുക്ക് കൊടുക്കാം. ABS ഉള്ള മോഡലാണ് മോനെ ഇത്? ABS ഉള്ള മോഡൽ തന്നെ ഈ വണ്ടി വരുന്നത്. ഇത് വരുമ്പോഴത്തേനും നമ്മൾ 1,35 ഇട്ടിരിക്കുന്നെങ്കിലും നമുക്കൊരു 1,30 1,29 ആയാലും ഒരു 1000 രൂപയുടെയൊക്കെ വ്യത്യാസം അങ്ങോട്ട് ഇങ്ങോട്ട് വന്നാലും നമുക്കങ്ങ് കൈകാര്യം ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളു. അടുത്ത വരുന്ന നല്ല ക്വാളിറ്റിയിലുള്ള നമ്മൾ മോഡൽ കുറവുള്ള വണ്ടി ഉണ്ടെങ്കിൽ എടുത്തു പറയാം. 2016 വണ്ടി, ഒരു 2019 വണ്ടിയുടെയൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ട്. ഈ വണ്ടി വരുമ്പോൾ നമ്മൾ വിട്ടിരിക്കുന്നത് എത്ര രൂപ? 85,000 രൂപ. എത്ര രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം? എത്ര രൂപയ്ക്ക് കൊടുക്കണം? 79,000 രൂപയ്ക്ക് ഞാൻ കൊടുക്കുക.
കൊടുത്തേക്കട്ടെ. ഫസ്റ്റ് ഓണർ വണ്ടിയോ? ഫസ്റ്റ് ഓണർ വണ്ടിയല്ലേ, വണ്ടി ക്വാളിറ്റി വണ്ടിയാണല്ലോ, ധൈര്യമായിട്ട് കൊടുക്കാമല്ലോ. 79,000 രൂപയ്ക്ക് നമുക്ക് ബുള്ളറ്റ് എടുക്കാൻ നിൽക്കുന്നവർക്ക് 2000. പിന്നെ ഫിനാൻസ് കിട്ടുമോ? ഫിനാൻസ് കിട്ടത്തില്ല, 18 തൊട്ട് കിട്ടത്തുള്ളൂ. അടുത്ത വരുന്നതും കാർബറേറ്റർ ഉള്ള മോഡല്, സ്റ്റാൻഡേർഡ് തന്നെ 2020 മോഡല്. ഇത് വരുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, 1,22,000 രൂപ ഇവിടെ വില ഇട്ടേക്കുന്നത്. ഇത് നമുക്ക് കൊടുക്കുവാന്നേ, 1,18,000 രൂപയ്ക്ക് 2020 സ്റ്റാൻഡേർഡ് നമുക്ക് കൊടുക്കാം. അതായത് ഈ വണ്ടിയൊക്കെ എടുത്തോട്ട് ഒരു രൂപയുടെ വർക്കുകളോ കാര്യങ്ങളോ നിങ്ങൾ ചെയ്യണ്ട. കാരണം അതിനെല്ലാം നമ്മൾ ഗ്യാരണ്ടിയാണ്. നമ്മൾ അതേപോലെ ചെയ്തിട്ടുള്ള ഈ വണ്ടിയുടെ ക്വാളിറ്റി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് ഇവിടുത്തെ ഏകദേശം വണ്ടികൾ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. ഇനി നമുക്ക് ഗോഡൗണിൽ ഇതിൻ്റെ ഡബിൾ വണ്ടികൾ ഇരിപ്പുണ്ട്. നമുക്കിനി അത് നമ്മൾ ഇതൊരു പാർട്ടായിട്ട് ഇറക്കുന്ന അതോ മൊത്തത്തിൽ അങ്ങ് എടുക്കും? ഇതൊരു പാർട്ടായിട്ട് ഇറക്കുക. അന്നേരം ഇതൊരു പാർട്ടായിട്ട് ഇറക്കാം. നമുക്ക് അടുത്ത വീഡിയോ അടുത്തൊരു പാർട്ടായിട്ട് ഇറക്കാം. അന്നേരം ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കാണുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നമ്മുടെ ഭാഗത്തുനിന്ന് എന്തായാലും പോരായ്മകളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിലൂടെ പറയുക, അല്ലെങ്കിൽ എന്നെ നേരിട്ട് വിളിച്ച് പറയുക. ഞങ്ങളുടെ കസ്റ്റമർ സർവീസിനെ പറ്റി എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ വിളിച്ച് പറയുക. ഇതെല്ലാം ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഭാഗങ്ങൾ ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യും. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബായ്.